ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലാണ്. കുറെ ആയിട്ട് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലേക്കൊക്കെ വരണം എന്ന് വിചാരിക്കുന്നത്. ഈ ഏരിയ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന ഏരിയയാണ്. ഒന്നാമത് ഫയർ വർക്ക്സ് നടക്കലുണ്ട് ന്യൂ ഇയറിന്. അപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് ഫയർ വർക്ക്സും കാര്യങ്ങളും ന്യൂ ഇയറിന് അല്ലെങ്കിൽ സ്പെഷ്യൽ സെലിബ്രേഷനൊക്കെ ഉണ്ടാകുമ്പോൾ നടക്കൽ. വാട്ടർ പ്രൊജക്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീനിങ്, അതായത് വാട്ടറിന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അതിൽ പ്രൊജക്ടർ കൊണ്ട് സിനിമ അങ്ങനത്തെ എന്തെങ്കിലും പ്രസക്ത ഭാഗങ്ങൾ, സിനിമയല്ല വേറെ കുറേ ഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് നടത്തൽ ഇതിലാണ്. അതിന് ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ ഉൾവശമൊക്കെ ഏകദേശം കണ്ടു. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ബാക്കിലെ എൻട്രൻസ് ഐക്യേൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഐക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തന്നെ കുറേ ഐക്യയിൽ വരണം എന്ന് പറഞ്ഞിരിക്കുന്നത്, എന്താണെന്നൊന്നും അറിയില്ല ഐക്യേനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഐക്യേൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ എൻട്രൻസിൽ നിൽക്കുന്നത്. 1943 ഇഗ്വർ കമ്പാർട്ട് എന്ന ആളാണ് ഐക്യ സ്ഥാപിച്ചത്. അത് സ്വീഡൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. സൈക്കിളിൽ ഡെലിവറി ചെയ്തിട്ടായിരുന്നു അവരുടെ തുടക്കം. അതാണ് ഐക്യേൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. ഇഗ്വർ കമ്പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഐക്യേൻ്റെ ഫൗണ്ടർ. അങ്ങനെയാണ് ഈ ഐക്യേൻ്റെ തുടക്കം. നമ്മളിപ്പോൾ ഐക്യേൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഐക്യേൻ്റെ ഉള്ളിലാണ്, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ഫർണിച്ചർ പ്രൊഡക്ട്സ് ഉണ്ട്, ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് ഉണ്ട്. ഇവിടുത്തെ ഷെൽഫ് സ്റ്റോക്കിംഗ് തന്നെ ഒരു ബൾക്കായിട്ടുള്ള ഷെൽഫിലാണ് ഇവിടുത്തെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയ മാതിരി സിംഗിൾ ഐറ്റംസ്, സിംഗിൾ ഷെൽഫിൽ വെച്ചുള്ള ഐറ്റംസ് അല്ല. അവിടെയൊക്കെ ബൾക്കായിട്ടുള്ള ഐറ്റംസാണ് ഈ ഷോക്കേസിൽ വെച്ചിരിക്കുന്നത്. ഈ സ്റ്റോക്കിംഗ് നോക്കിയാൽ തന്നെ കാണാം. വെയർ ഹൗസ് ഒരു രീതിയിലാണ് ഇവർ സ്റ്റോക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോയി നോക്കാം. ഈ ഏരിയ ആണല്ലേ ഭയങ്കര ഏരിയ കേട്ടോ. ഷെൽഫൊക്കെ 3 ലെയേഴ്സിലാണ്. 3 അല്ല, 1, 2, 3, 4, 5 ലെങ്ത്തിലൊക്കെയാണ് സാധനങ്ങൾ വെക്കുന്നത്. ട്രോളിയിലാണ് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ബൾക്ക് പർച്ചേസിങ്, ഹെവി ട്രോളിയാണിത്. നോർമലി നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊന്നും കാണാൻ വരുന്ന ട്രോളിയല്ല. ഗ്ലാസിൻ്റെ വലിപ്പം നോക്കി നോക്കി, എമ്മാര് വലിപ്പമുള്ള ഗ്ലാസ് മോനെ. ഇത് ഗ്ലാസ്സാണ്, മിറർ. പല ടൈപ്പിലുള്ള ഗ്ലാസ്സുകൾ, മിററുകൾ, പിന്നെ എല്ലാ ഹൗസ് ഹോൾഡായിട്ട് ഒരു വിധം ഹൈജീനിക്, ട്രാഷ് ബിൻ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു വിധം എല്ലാ ഇലക്ട്രിക്കൽ ലൈറ്റ്, ഫാൻസി ലൈറ്റുകൾ, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അമ്മാരി വലിപ്പമുള്ള ടേബിളാണ് വേണം. 325 ഉറുപ്പിക ഉള്ളൂ കേട്ടോ. പിന്നെ അതിലുള്ള ചെയറും ഉണ്ട്. ഇതിലൊക്കെ കയറി ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പോകേണ്ടി കോണി വെച്ച് കയറേണ്ടി വരും ചെയറിൻ്റെ മേലേക്ക്. ചെമ്മരിയാടിൻ്റെ തൊള്ളിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. വണ്ടിയിലൊക്കെ സീറ്റിലൊക്കെ കേട്ടോ നല്ല കിടന്നുറങ്ങുമ്പോൾ വെള്ളമൊക്കെ ഇട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പോർട്സ് ഉണ്ടാവും. 10,000 ഉണ്ട്. അത് 10,000 ഇതാണ് നമ്മളെ നാട്ടിലൊക്കെ കണ്ടില്ലേ അപ്പുറം 10,000 അതേ ടൈപ്പുള്ള സാധനം. മറ്റേ നെറ്റിട്ടുള്ള ടേബിൾ, നമ്മളെ കൊതുവൊക്കെ ഉള്ളടുത്ത് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുക. നല്ല കൊതു വരാതിരിക്കാനുള്ള നെറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടേബിൾ. ദുബായിൽ കൊതുവോ? ദുബായിലല്ല, നാട്ടിൽ കൊണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നാട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം. IKEA ഓഫ് സ്വീഡൻ എന്താ മെറ്റൽ പെൻ്റെ ജാറ്. ഇപ്പം കിച്ചൺ ടവൽ വേണം, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കിച്ചൺ ടവല്. ബ്ലാക്ക് ബോർഡ് മെയ്ഡ് ഇൻ ജർമ്മനീൻ്റെ പൂച്ചട്ടികളാണ്. ഒരു 55 ഫോൾഡ് ചെയ്യട്ടോ ശരിക്കും. ഇതൊക്കെ മറക്കിയിട്ട് നല്ല ഗ്ലാസ് ഉണ്ടല്ലോ, അടിപൊളി ഗ്ലാസ്. ശരിക്കും ടൂറൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മടക്കി കൂട്ടി വണ്ടിയിലൊക്കെ. ചെടികൾ കണ്ടില്ല, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെടികൾ. നല്ല
ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്. നമ്മൾ ഓഫീസിൽ ഇൻഡോർ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റും. നോക്കി ഭയങ്കര റിയലായിട്ട് തോന്നുന്നില്ലേ ഇതിൻ്റെ ഇലകളൊക്കെ? ആലിൻ്റെ ഇല ശരിക്കും ആലിൻ്റെ ഇല മാതിരി തന്നെ ഉണ്ട്. ആലിൻ്റെ ഒരു ചെറിയ ഇതിൽ കുഴിച്ചിട്ട മാതിരിട്ട്. ഇവിടെ നേരത്തെ കണ്ട മാതിരത്തെ റിയൽ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. അവിടെ ഇൻഡോർ പ്ലാന്റുകൾ, അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്, അതിനുള്ള ഫെർട്ടിലൈസർ, വളം ഇതൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ബാത്റൂം റിലേറ്റഡ് പ്രോഡക്ട്സ്, ടവൽസ്, ഫിറ്റിങ്സ്, കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഈ ഏരിയയിൽ. പുതിയൊക്കെ വീട് വെക്കുമ്പോൾ ഒരു തരത്തിലുള്ള എല്ലാവിധ ഫാൻസി ഐറ്റംസും ലൈറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ചൂരലിന് നല്ല കൊട്ട ഉണ്ട്, ചൂരൽ കൊട്ട. നാട്ടിലൊക്കെ ആണെങ്കിൽ തേങ്ങ ഒക്കെ ഇട്ട് കൊണ്ടുപോയിരുന്നു ഈ കൊട്ടയിൽ. പോത്തിൻ്റെ തൊല്ലി. സുമേഷ്, ഇത് ചകിരിയടാ? ഇത് ചകിരിയാണ്. നമ്മുടെ നാട്ടിലെ ചകിരിൻ്റെ ഉണ്ടോ? ചകിരി ചോറൊന്നും ഉണ്ടാക്കിയതാവും. ഇത് മാറ്റാണ്, ഡിഫറെൻറ്റ് സൈസിലുള്ള മാറ്റുകൾ. ജ്യൂസ് ഗ്ലാസ് ഉണ്ടോ? ഇതിൽ ജ്യൂസ് ഗ്ലാസ്സുകളൊക്കെ ഉണ്ടോ അവിടെ? ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള. We would like to remind you that it is mandatory to wear face masks at all times, along with maintaining a social distance of 2 meters. കണ്ണാടി കണ്ടോ? ഗ്ലാമർ കളറുള്ള ഗ്ലാമർ കൂട്ടി കാണാനുള്ള വിവിധ തരം കണ്ണാടികളുണ്ട് ഇവിടെ. കണ്ടോ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ണാടി, മിറേഴ്സ്. അപ്പം ഇതുവരെ കണ്ടാണ് ഐക്യാൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. നിങ്ങൾ കണ്ടു ഒരുപാട് ഐറ്റംസ്. മെയിനായിട്ട് ഐക്യാൻ്റെ ഉള്ളിലത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്, ബൾക്ക് ഐറ്റംസ് ആണ്. എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഉണ്ട്. ഹൗസ് ഹോൾഡ്സ് ഉണ്ട്, ടോയ്ലറ്ററി ഐറ്റംസ് ഉണ്ട്, കിച്ചൺ ഐറ്റംസ് ഉണ്ട്, ടേബിൾ വെയർ ഉണ്ട്, എല്ലാ തരത്തിലുള്ള കാർപ്പറ്റ്സുകളുണ്ട്, എല്ലാ തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ കിട്ടുന്ന ഐറ്റംസ്, അതായത് ഓരോരോ പ്രൊഡക്റ്റുകളും പുറത്ത് നമുക്ക് എവിടെയും കിട്ടില്ല. ഐക്യേൻ്റെ ഡിസൈനുള്ള ഐറ്റംസ് ഐക്യയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഐക്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശരിക്കും പറഞ്ഞ ഒരു ഫർണിച്ചർ എല്ലാം കൂടിയുള്ള ഒരു ഷോപ്പാണ്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വീടുണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ആ വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരേ ഒരു കുടക്കീഴിൽ കിട്ടും. പിന്നെ ഇവിടുത്തെ ഷെൽഫിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള ഷെൽഫിംഗ് ആണ്. ബൾക്ക് ഹ്യൂജായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എല്ലാ സാധനങ്ങളും. മോസ്റ്റ് ഓഫ് ഐറ്റംസ് വരുന്നത് പുറത്തുനിന്നാണ്. ചൈനയിൽ നിന്ന് വരുന്നുണ്ട്, സ്വീഡനിൽ നിന്ന് വരുന്നുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ദുബായ് ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണും. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരും. എല്ലാവർക്കും സൈനിങ് ഓഫ്.